ഓ, ഇനി ഒരു ചക്കയും ഒരു മാങ്ങയും കൂടെ കിട്ടിയെങ്കിൽ ഈ വർഷത്തെ വിഷുക്കണി പൊളിയാക്കായിരുന്നു. എന്റെ കൃഷ്ണ. ആരാ ആ കയ്യിലിരിക്കണെങ്കിൽ തന്നെ തരാനല്ലോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് പൈസ കൊടുത്ത് വിഷുവിന് വാങ്ങിച്ചത് തരാനല്ലോ. വിഷുവിന് വാങ്ങിച്ചത്. എടോ ഒരു 5000 രൂപ അടിച്ചു കൊടുത്തേ. 5000 എന്തിന്? 5000 എന്തിനൊന്നു? പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് സർക്കാരിനെ പറ്റിക്കുന്നു. രാജ്യദ്രോഹി. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത്. കടയിൽ നിങ്ങൾ പറ്റി അടിക്കുക. എനിക്ക് ഞാൻ കടയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചത്. കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിലും തൊണ്ടി മുതൽ നിങ്ങളെ തന്നെ ആണല്ലോ. ഈ ബിജുവിനെ പഠിപ്പിക്കാൻ എനിക്കല്ലേ ഞാൻ കോടതി കയറ്റി രണ്ടുപേരെയും. നിയമമൊക്കെ അറിയാം സാറിന്. അപ്പോഴേ 2 പൂ ഉപയോഗിച്ചിട്ടുണ്ട്. 5 5 10 10000 രൂപ അടച്ചേക്ക് കേട്ടോ. 10000 എന്തിന്? അതെ 10000 രൂപ പിടിച്ചോ. അപ്പോ ഹാപ്പി വിഷു. കോടതി കയറി ഇറങ്ങിക്കോളൂ. ഇനി അവന്റെ ജമ്പത്തവ കണിയാണു. എന്തിനാണ് എന്റെ ആളുടെ അന്നത്തെ പോലെ നിൽക്കുന്നത്? ഞാൻ അതല്ലേ ചോദിച്ചത്. നിങ്ങൾ നിപ്പേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾ എന്തിനാ വന്നാ ഇവിടെ? ഞാൻ പ്ലാസ്റ്റിക് എടുക്കാൻ. പ്ലാസ്റ്റിക് എടുക്കണം. ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും ഇല്ലേ? പിന്നെ ഇതെന്താ കൈ പ്ലാസ്റ്റിക് അല്ലേ? പൈസ കൊടുത്ത് വാങ്ങിച്ചോ. 10000 രൂപ വാങ്ങിച്ചത്. 10000 രൂപ. ആ ഗിരിജാക്കന്റെ കടയിൽ ഇത് 60 വരികയുള്ളൂ. ഇതാണ് ഞാൻ. ഇനി പ്ലാസ്റ്റിക് നമ്പർ എടുത്തോണ്ടോ? ഹരിതേക്കനെ പറ്റിക്കാൻ നോക്കണേ. ഹരിതേക്കനെ പറ്റിക്കാൻ നോക്കൂല. മനസ്സിലായോ? പലരും പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും കൃത്യമായിട്ട് 50 രൂപ വാങ്ങിച്ചോണ്ടേ ഞാൻ പോയിട്ടുള്ളൂ. 50 രൂപ തന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? തന്നില്ലെങ്കിൽ ഞാൻ കോടതി കയറ്റും. മനസ്സിലായോ? പഞ്ചായത്തിനെ പറ്റിച്ചതിന് എത്ര രൂപ മര്യാദക്ക്? അങ്ങനെ വിഷു ആയിട്ട് 10050 രൂപ കോടതിയിൽ അടയ്ക്കണം. എന്റെ ഭഗവാനെ, ഈ വർഷത്തെ വിഷു മൂഞ്ചി.